അസ്സലാമു അലൈക്കും. റസിയ പാർലറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 1/2 കിലോ മൈദാമാവ് കൊണ്ട് നമുക്ക് കളർഫുള്ളായിട്ടുള്ള ബൂരിയാൻ ഉണ്ടാക്കാം. അത് തയ്യാറാക്കാൻ ആവശ്യമായ സാധനം: ഒരു തേങ്ങ ചുരണ്ടിയത്, 1/4 കിലോ അവല്, കുറച്ച് കപ്പലണ്ടി, 5 ഏലയ്ക്ക, കുറച്ച് എള്ള്, 1 ഗ്ലാസ് പാല്, 1 ഗ്ലാസ് പഞ്ചസാര, നെയ്യ്. നമ്മൾ എടുത്തു വെച്ച മാവിലോട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ആ പാലും കൂടെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. ചപ്പാത്തിക്ക് കുഴയ്ക്കും പോലെ നല്ലതുപോലെ കുഴച്ചെടുക്കണം. മാവ് കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അതിനെ ഞാൻ 4 പീസാക്കി വെച്ചേക്കാണ്. 4 കളറിലുള്ള ബൂരിയാനാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അല്പം യെല്ലോ കളർ ഞാൻ ചേർത്തിട്ടുണ്ട്. അത് നമുക്ക് വിരവി മിക്സ് ചെയ്ത് എടുക്കാം. ഇതിൽ അല്പം പിസ്തയുടെ കളറാണ് ഒഴിക്കുന്നത്. അല്പം റെഡ് കളറും കൂടെ ഒഴിക്കുകയാണ്. അങ്ങനെ 4 കളറായിട്ടാണ് ഞാൻ എടുത്തു വച്ചേക്കുന്നത്. മാവ് കുഴച്ചതിന് ശേഷമാണ് ഞാൻ കളർ ചേർത്ത് വിരവിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രത്യേകം മാവിൽ തന്നെ കളർ ഒഴിച്ച് അത് റെഡിയാക്കാം. എടുത്തു വച്ചിരിക്കുന്ന സാധനമെല്ലാം ഒന്ന് വറുത്തെടുക്കണം. ആദ്യം നമുക്ക് തേങ്ങ ഇട്ട് വറുത്തെടുക്കാം. എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അവലിട്ട് കൊടുക്കാം. കപ്പലണ്ടി, എള്ള് എല്ലാം അതിലോട്ട് ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം. നമ്മൾ എടുത്ത പഞ്ചസാര അതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലോട്ട് അല്പം ഉണക്ക മുന്തിരിയുടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ബൂരിയാനിൽ വെക്കാനുള്ള കൂട്ട് തയ്യാറായിട്ടുണ്ട്. തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നമ്മൾ എടുത്തു വെച്ച മാവ് ചെറിയ ചെറിയ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് പരത്തിയെടുക്കാം. എല്ലാം ഈ രീതിയിൽ പരത്തിയെടുക്കണം. എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് നമ്മൾ തയ്യാറാക്കി കൂട്ട് വെച്ച് കൊടുക്കാം. എല്ലാം പരത്തി മടക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാ കളറിൽ നിന്നും ഓരോന്ന് വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നല്ലതുപോലെ മൊരിച്ചെടുക്കാം. നല്ല അടിപൊളി ബൂരിയാനാണ്. കുറച്ച് മാവ് കൊണ്ട് നമുക്ക് ഇത്രയും ഉണ്ടാക്കാൻ പറ്റി. നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം.